ഹേ ഗൈസ്, അപ്പോൾ മാർക്കോ സിനിമ കണ്ടിട്ട് ഇതേ വന്നതേ ഉള്ളൂ. തൃപ്പൂണിത്തുറ സെൻട്രലിലാണ് കണ്ടത്. 4K ആയിരുന്നു. പടം കണ്ടതേ വന്നതേ ഉള്ളൂ. സിനിമ കണ്ടതിൻ്റെ ഷോക്ക് ഇപ്പോഴും മാറിയിട്ടില്ല. ഇമാതിരി വയലൻസ് സിനിമ മലയാളത്തിൽ എന്നല്ല, ഇന്ത്യയിൽ എന്നല്ല, ഹോളിവുഡിൽ തന്നെ എണ്ണം പറഞ്ഞ സിനിമകളിൽ ഒന്നായിരിക്കും മാർക്കോ. ഒരു സംശയം വേണ്ട. കിടിലം പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടിലം പടം. അമ്മാതിരി വയലൻസ് അറ്റ് ഇറ്റ്സ് പീക്ക് എന്നൊക്കെ പറയത്തില്ലേ, അതുപോലത്തെ പരിപാടി. സിനിമയെപ്പറ്റി കൂടുതലായിട്ട് പറയുന്നതിന് മുൻപ് കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞോട്ടെ. ഈ സിനിമ A സർട്ടിഫിക്കറ്റ് സിനിമയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു മലയാളം സിനിമയാണ്. വയലൻസ് എന്ന് സാധാരണ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വലിയ വയലൻസ് ഒന്നും കാണത്തില്ല, എല്ലാവർക്കും വന്നിരുന്ന് കാണാം എന്നൊരു ധാരണയിൽ ആയിരുന്നു ഞാനും ഇത്രയും നാളും. മലയാള സിനിമ അങ്ങനെയായിരുന്നു. വയലൻസ് സിനിമ ഭയങ്കര ബ്രൂട്ടലാണെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ചെന്ന് കയറി കഴിയുമ്പം തമിഴിലും ഹിന്ദിയിലും കന്നഡയിലും ഒക്കെ കാണുന്ന പോണക്കത്തുള്ള അത്രയും വലിയ വയലൻസോ ബ്രൂട്ടൽ കില്ലിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. അതും പ്രതീക്ഷിച്ചുകൊണ്ട് ദയവ് ചെയ്ത് ആരും സിനിമയ്ക്ക് പോവരുത്. ഇതൊരു റിക്വസ്റ്റാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മോസ്റ്റ് വയലൻറ്റ് ഇന്ത്യൻ മൂവി ഇനി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സംശയം വേണ്ട, ഹിന്ദിയിലെ ആനിമലോ കില്ലോ അല്ലെങ്കിൽ KGF ഒന്നുമല്ല. അത് മലയാളത്തിൻ്റെ സ്വന്തം ഉണ്ണിമുകുന്ദൻ്റെ ഹനീഫ് അദേനയുടെ മാർക്കോയാണ്. അമ്മാതിരി ബ്രൂട്ടൽ കില്ലിങ് പരിപാടിയാണ്. ബ്ലഡ് കൊണ്ടുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ചോരയിൽ കുളിച്ചുള്ള പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ ദയവ് ചെയ്ത് 18 വയസ്സിന് മുകളിലുള്ള ആളുകൾ മാത്രം ഈ സിനിമ പോയി കാണുക. ദയവ് ചെയ്ത് കുട്ടികൾ, 18 വയസ്സിന് താഴെയുള്ളവർ, പ്രായമായ ആളുകൾ, അതിപ്പം സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ, അതുപോലെ തന്നെ പ്രഗ്നൻറ്റ് ലേഡീസ് ഒരു കാരണവശാലും ഈ സിനിമയ്ക്ക് പോകരുത്. ദയവ് ചെയ്ത്. എനിക്ക് പോലും ചില സീനൊക്കെ വന്നിട്ട് ഷോക്കായിപ്പോയി, ഫ്രീസായിപ്പോയി, സഹിക്കാൻ പറ്റിയില്ല. അതുപോലെ ബ്രൂട്ടൽ കില്ലിങ്ങും ബ്ലഡ് കൊണ്ടുള്ള പരിപാടിയാണ്, ചോരയിൽ കുളിച്ചുള്ള പരിപാടിയാണ്. അതുപോലെ സ്ത്രീകൾ ഇത് പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രം സിനിമയ്ക്ക് പോവുക, അങ്ങനെ ഒരു സിനിമയാണ്. അപ്പം എത്ര ബ്രൂട്ടൽ കില്ലിംഗ് ആണെങ്കിലും ഞാൻ കണ്ടിരിക്കും, തിയേറ്ററിൽ കണ്ടിരിക്കും. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കുറേ സീനുകളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പം ദയവ് ചെയ്ത് ഈ പറഞ്ഞ ആളുകളൊക്കെ സിനിമയ്ക്ക് പോകാതിരിക്കുക. സിനിമ നെഗറ്റീവ് ആക്കി പറയുന്നതല്ല, സിനിമ വൻ പോസിറ്റീവാണ്. സിനിമ ഒരു രക്ഷയില്ല, ഹോളിവുഡ് ലെവൽ ഐറ്റമാണ്. പക്ഷേ കില്ലിംഗ് എന്ന് പറഞ്ഞാൽ ബ്രൂട്ടൽ കില്ലിങ്ങാണ്, ചോരയിൽ കുളിച്ചുള്ള പരിപാടിയാണ്. ദയവ് ചെയ്ത് ഈ പറഞ്ഞ ആളുകൾ സിനിമയ്ക്ക് പോകരുത്. ഓക്കെ, ഇനി സിനിമയിലോട്ട് വരാം. സിനിമ രചനയും സംവിധാനവും നിർവഹിച്ചേക്കുന്നത് ഹനീഫ് അദേനിയാണ്. സിനിമ പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് ഷെരീഫ് മുഹമ്മദാണ്. സിനിമയുടെ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത് ചന്ദ്രു സെൽവരാജാണ്. അതുപോലെ എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത് ഷമീർ മുഹമ്മദ് തന്നെയാണ്. സിനിമയുടെ മ്യൂസിക് ആൻഡ് BGM ചെയ്തിരിക്കുന്നത് രവി ബസൂറാണ്. അപ്പോൾ ഇതാണ് ടെക്നിക്കൽ സൈഡിലേക്ക് സിനിമയിൽ വന്നു കഴിഞ്ഞാൽ. സിനിമയെപ്പറ്റി പറയാനാണെങ്കിൽ, സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഫൈറ്റ് ക്ലബ്ബാണ്. മീൻസ് ഒരു ഫൈറ്റ് നടക്കുന്നതാണ്. അതോടുകൂടിയാണ് സിനിമ ആരംഭിക്കുന്നത്. സിനിമ പതിയെ തുടങ്ങി സിനിമയിൽ മറ്റ് കഥാപാത്രങ്ങളായി എത്തുന്നത് ജഗദീഷ്, സിദ്ദിഖ്, ഒരു ഫാമിലിയാണ്. ഒരു കൊലപാതകം നടക്കുന്നു. ഒരു കൊലപാതകത്തിന് ഒരു കൊലപാതകത്തിന് പിന്നോടിയായിട്ട് മറ്റൊരു കൊലപാതകം നടക്കുന്നത്, അത് പോലീസ് അന്വേഷിക്കുന്നത്. അതിന് ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളാണ് സിനിമ മുന്നോട്ട് കഥ പറയുന്നത്. സിനിമയിൽ സ്റ്റോറി വൈസ് നോക്കുകയാണെങ്കിൽ എബോ ആവറേജ് ആണ് സ്റ്റോറി. അത്യാവശ്യം നന്നായിട്ട് തന്നെ സ്റ്റോറി വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. സിനിമയിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ആക്ഷൻ രംഗങ്ങളാണ്. ഒരു രക്ഷയില്ലാത്ത ആക്ഷൻ രംഗങ്ങളാണ്. അതുപോലെ തന്നെ സിനിമയുടെ എഡിറ്റിങ്, സിനിമാറ്റോഗ്രാഫി, BGM, ചില പാട്ടുകളൊക്കെ കിടിലമായിട്ട് തോന്നി. ബാക്കി എല്ലാ മേഖലയിലും സൂപ്പറായിരുന്നു. സിനിമ ഒരു രക്ഷയില്ല. സിനിമയിൽ ഒരു പർട്ടിക്കുലർ സീനുണ്ട്. ആ ഒരു സീനിൽ ഞാൻ തൃപ്പൂണിത്തുറ സെൻട്രലിലാണ് കണ്ടത്. ഒരു പ്രായമുള്ള ആൾക്കാർ, ഒരു 6-7 പേര് ഇറങ്ങിപ്പോയി. അത് സിനിമ ഒരിക്കലും മോശമായതുകൊണ്ടല്ല, നമുക്കത് സഹിക്കാൻ പറ്റില്ല. അതുപോലത്തെ ബ്രൂട്ടൽ പരിപാടിയാണ് സിനിമയ്ക്കകത്ത് കാണിച്ചേക്കുന്നത്. അപ്പോൾ ഓർത്ത് നോക്കുക. നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറത്തെ പരിപാടിയാണ് സിനിമയിൽ ഹനീഫ് അദേനിയും അതുപോലെ തന്നെ ഉണ്ണിമുകുന്ദനും ഒക്കെ ചെയ്തു വെച്ചേക്കുന്നത്.
എടുത്തു പറയേണ്ട കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്, പറയാതിരിക്കാൻ പറ്റത്തില്ല. നമ്മൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു റോളാണ് ജഗദീഷ് ഏട്ടൻ ചെയ്തു വെച്ചേക്കുന്നത്. കിടിലം പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത പരിപാടിയാണ് പുള്ളി ചെയ്തു വെച്ചേക്കുന്നത്. പുള്ളി പല ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞായിരുന്നു, ഞാൻ ഇന്ന് വരെ കാണാത്ത രീതിയിലുള്ളൊരു എന്നെ ആയിരിക്കും കാണിക്കുന്നതെന്നൊക്കെ പുള്ളി പറഞ്ഞപ്പോഴും നമ്മൾ പ്രതീക്ഷിച്ചില്ല, ഇത്രയും ഹെവി ആയിരിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല. കിടിലം പരിപാടിയാണ്. ജഗദീഷ് ഏട്ടനിൽ നിന്നൊക്കെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ് വന്നേക്കുന്നത്. കിടിലമായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സിദ്ദിഖിൻ്റെ അത്യാവശ്യം കിടിലമായിട്ട് തന്നെ ചെയ്തേക്കുന്നത്. അത്യാവശ്യം മെയിൻ ക്യാരക്ടർ തന്നെയാണ്. കുറച്ച് മാസ് സീനൊക്കെ ഉണ്ട് പുള്ളിയുടെ, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് കുട്ടികളുണ്ട്, അവരെയൊക്കെ ബേസ് ചെയ്തതാണ് സിനിമ മുന്നോട്ട് പോകുന്നതും. പിന്നെ എടുത്തു പറയേണ്ടത് വില്ലനായിട്ട് വന്നേക്കുന്നത് കബീർ ദുഹൻ സിംഗ്. പുള്ളി ഒരു രക്ഷയില്ലായിരുന്നു. പുള്ളിയുടെ കില്ലിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവൽ പരിപാടിയാണ്. ഒരിക്കലും ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കുക, ഇതൊരു അഡൽട്സ് ഉള്ളി മൂവിയാണ്. അപ്പോൾ ആ ഒരു ബേസിലാണ് സംസാരിക്കുന്നത്. ഇതൊരു പക്ക ആക്ഷൻ മൂവിയാണ്, പക്ക വയലൻറ്റ് ബ്രൂട്ടൽ കില്ലിങ് ബേസ് ചെയ്തിട്ടുള്ളൊരു സിനിമയാണ്. അത് ഓൾറെഡി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നമ്മളതിനെ പ്രൊമോട്ട് ചെയ്യില്ല. പക്ഷേ ആ സിനിമയായിട്ട് മാത്രം കണ്ടുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. കിഡിലും നോർമലായിട്ടാണ് സിനിമ പോകുന്നത്. ഒരു ഇൻ്റർവെൽ എത്തുന്നതിന് മുൻപ് വരെ ഉണ്ണിമോഹൻ്റെ അത്രയും വലിയ പരിപാടിയൊന്നും കാണിക്കുന്നില്ല. നമുക്കൊരു യൂഷ്വൽ പരിപാടിയായിട്ടാണ്, അത്ര വലിയ സംഭവമായിട്ടൊന്നും തോന്നിയില്ല. പക്ഷേ ഇൻ്റർവെല്ല് ബ്ലോക്ക് പൊന്നു ആക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ കിടിലം ആക്ഷൻ, ഒരു രക്ഷയില്ല. കിടിലം പരിപാടി. ഇങ്ങനെ എന്താണ് നമ്മളെ പച്ചയ്ക്ക് കാണിക്കുവാണ്, കൈയൊക്കെ അറുത്ത് മാറ്റുന്നതൊക്കെ പച്ചയ്ക്ക് കാണിക്കുവാണ്. അമ്മാതിരി ബ്രൂട്ടൽ പരിപാടിയാണ്. ഇൻ്റർവെല്ല് കിടിലമായിരുന്നു. ഇൻ്റർവെല്ലിനെ പഞ്ച് ഒരു രക്ഷയില്ലായിരുന്നു. ഇൻ്റർവെല്ല് കഴിഞ്ഞിട്ട് ഒരു ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ മോനെ, നമ്മൾ ശരിക്കും എന്താ പറയണ്ടേ, അന്യഭാഷാ ചിത്രങ്ങളിൽ തമിഴിലും തെലുങ്കിലും കന്നഡയിലും ഹിന്ദിയിലും ഒക്കെ 50 പേരെ അടിക്കുന്ന 100 പേരെ അടിക്കുന്നതൊക്കെ നമ്മൾ കണ്ട് ഭയങ്കര കൈകൂട്ടുകയും മലയാളത്തിൽ വരുമ്പോൾ നമ്മളതിനെ ഭയങ്കര ബോറായിട്ട് കാണുകയും ചെയ്യുന്നത്. ഈ സിനിമയിൽ ഒരു 19 പേരെ അടിക്കുന്ന ഒരു സീനുണ്ട്. ഇൻ്റർവെല്ല് കഴിഞ്ഞുള്ളൊരു ഫൈറ്റുണ്ട്. എൻ്റെ മോനെ, ഉണ്ണി മുകുന്ദൻ പറയാതിരിക്കാൻ പറ്റത്തില്ല. കന്നഡ സിനിമയ്ക്ക് ഒരു റോക്കി ബായ് ഉണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു മാർക്കോയുണ്ട്. ഞാനിപ്പം എടുത്തു പറയുന്നത് എഴുതി വെച്ചോ. ഇനി ഒരു ബ്രൂട്ടൽ വയലൻ്റ് കില്ലിങ് സിനിമ ഇന്ത്യൻ സിനിമയിൽ വന്നു കഴിഞ്ഞാൽ ആളുകൾ ചോദിക്കാൻ പോകുന്ന ചോദ്യം മാർക്കോയുടെ അത്ര ഉണ്ടോ, മാർക്കോയുടെ മുകളിലാണോ, മാർക്കോയുടെ അത്ര വന്നോ എന്നായിരിക്കും. ഒരു സംശയം വേണ്ട. ഞാനൊക്കെ കില്ല് സിനിമ തിയേറ്ററിൽ 2 പ്രാവശ്യം പോയി കണ്ടായിരുന്നു. കില്ല് സിനിമ കണ്ടിട്ട് കിളി പറന്നു പോയിട്ട് ഷോക്കായിപ്പോയി. ആ ഒരു സിനിമ കണ്ടിട്ട് കില്ലിൻ്റെയൊക്കെ അപ്പൻ്റെ അപ്പനായിട്ട് വരും. അമ്മാതിരി പരിപാടിയാണ് ചെയ്തു വെച്ചേക്കുന്നത്. ഒരു രക്ഷയില്ല. കിടിലം പരിപാടി. ആനിമലൊന്നും ശരിക്കും പറഞ്ഞാൽ മാർക്കോയുടെ മുന്നിൽ ഒന്നുമല്ല കേട്ടോ. ഇന്ത്യയിൽ ഇന്ന് വരെ ഇറങ്ങിയേക്കുന്നത് മോസ്റ്റ് വയലൻറ്റ് ബ്രൂട്ടൽ കില്ലിങ് സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ അതിനി ഒരു ഉത്തരവുള്ളൂ, അത് മാർക്കോയാണ്. പെർഫോമൻസുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ പെർഫോമൻസ്, ഏറ്റവും എടുത്തു പറയേണ്ട പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പറഞ്ഞാലും തീരത്തില്ല, ഉണ്ണി മുകുന്ദൻ. ശരിക്കും നമ്മൾ വയലൻ്റ് മൂവി ആണെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടൊക്കെയാണ് പോയത്. പക്ഷേ ഇമാതിരി പരിപാടിയാണ് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. എടുത്തു പറയേണ്ടത് ആക്ഷൻ രംഗങ്ങൾ, ഒരു രക്ഷയില്ല. കിടിലം ആക്ഷനാണ്. സത്യം പറഞ്ഞാൽ ഈ തിയേറ്ററിനകത്ത് കയറി സിനിമ കണ്ടിട്ട് ഇതൊരു മലയാള സിനിമയാണോ എന്ന് തിയേറ്ററിനകത്തിരുന്നപ്പോഴും പുറത്തിറങ്ങിയപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതുപോലെ ഹോളിവുഡ് ലെവൽ ഐറ്റമാണ് ചെയ്തു വെച്ചേക്കുന്നത്. ഒരു രക്ഷയില്ല. സിനിമയുടെ കഥയെപ്പറ്റി ഒന്നും പറയുന്നില്ല, അത് നിങ്ങൾ തീർച്ചയായിട്ടും പോയി കാണുക. അത് കണ്ട് തന്നെ മനസ്സിലാക്കുക. കഥയെപ്പറ്റി ഒന്നും സംസാരിക്കുന്നില്ല. എടുത്തു പറയേണ്ടത് ആക്ഷൻ കൊറിയോഗ്രഫി, ഉണ്ണിമോഹൻ്റെ പെർഫോമൻസ് ഒരു രക്ഷയില്ല കേട്ടോ. അതുകൊണ്ടൊക്കെ തന്നെ സിനിമാറ്റോഗ്രാഫി ഒരു രക്ഷയില്ല. BGM ഒക്കെ കിടുമായിരുന്നു. എല്ലാ മേഖലയിലും സിനിമ അടിപൊളിയായിട്ട് തോന്നി. എനിക്ക് ആകെ ഒരു സിനിമയിൽ ഒരു നെഗറ്റീവായിട്ട് തോന്നിയേക്കുന്നത് സെക്കൻഡ് ഹാഫിൽ ക്ലൈമാക്സ് എത്തുന്നതിന് മുൻപായിട്ടൊരു ഒരു പർട്ടിക്കുലർ സീനുണ്ട്. ആ സീനിൽ ഞാൻ ഓൾറെഡി മുൻപ് പറഞ്ഞല്ലോ, കുറച്ച് ആൾക്കാർ ഇറങ്ങിപ്പോയെന്നത്. ആ ഒരു സീൻ കണ്ടിട്ട് എനിക്ക് പോലും ഭയങ്കര ഷോക്കായിപ്പോയി. ആ ഒരു സീൻ മാത്രം ഒഴിവാക്കാമായിരുന്നു തോന്നി. പക്ഷേ ആ ഒരു സീൻ ഒഴിവാക്കിക്കൊണ്ട് ഒരു ക്ലൈമാക്സും പറ്റത്തില്ല. ഇതിന് മുൻപ് അവർ പ്ലാൻ ചെയ്തേക്കുന്നത് മാറ്റിയിട്ട് സെൻസർ ബോർഡ് ഇടപെട്ടിട്ട് അവർ വീണ്ടും ഷൂട്ട് ചെയ്തിട്ട് ആഡ് ചെയ്തേക്കുന്നതാണ് സീൻ.
പക്ഷേ എങ്കിൽ പോലും ആ ഒരു സീൻ കണ്ടപ്പം ഭയങ്കര ഷോക്കായിപ്പോയി. അതിൻ്റെ തരിപ്പ് എനിക്ക് ഇപ്പോഴും മാറിയിട്ടില്ല. സീൻ എന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾ തിയേറ്ററിൽ പോയി സിനിമ തന്നെ കാണുക. സിനിമയെപ്പറ്റി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമയുടെ മൂഡിൽ നിന്ന് ഇപ്പോഴും മാറാനായിട്ട് പറ്റിയിട്ടില്ല. ശരിക്കും ഒരു മലയാളത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ, എത്ര പറഞ്ഞാലും മതിവരത്തില്ല. അതുപോലെ നമ്മൾ ഒരുപാട് ഇംഗ്ലീഷ് സിനിമയൊക്കെ, ബ്ലേഡ് ഇംഗ്ലീഷ് സിനിമയൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കുന്നു വിചാരിക്കുന്നു, ജോൺ വിക്കിൻ്റെ സിനിമകളെ. നമ്മൾ അങ്ങനെയുള്ള സിനിമകളൊക്കെ ഭയങ്കരമായിട്ട് ആഘോഷമാക്കിയിട്ടുണ്ട്. ഇപ്പം ഹിന്ദിയിൽ ആനിമലായിക്കോട്ടെ, ആ ഹിന്ദിയിൽ നിന്ന് വന്ന എന്താണ് കില്ല്, അതുപോലെ തന്നെ കന്നഡ KGF 1, 2 ഒക്കെ ഭയങ്കരമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ സിനിമ എന്തിൻ്റെ പേരിലാണേലും ആക്ഷൻ മൂവി എന്ന രീതിയിൽ നമ്മൾ ആഘോഷിക്കാവുന്ന എല്ലാ കാര്യങ്ങളും ഹനീഫ് അദീനിയും ഉണ്ണിമൂന്തനും കൂടി ഈ സിനിമയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. എത്ര പറഞ്ഞാലും മതി വരത്തില്ല. അതുപോലെ കിടിലം പരിപാടിയാണ് ചെയ്തു വെച്ചേക്കുന്നത്. ആക്ഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മോനെ ഉണ്ണിമൂന്തൻ ഒരു രക്ഷയില്ല. പുള്ളിയുടെ സ്വാഗായിക്കോട്ടെ, അയ്യോ ഒരു രക്ഷയില്ല. പുള്ളിയുടെ ബോഡി ആയിക്കോട്ടെ, പുള്ളിയുടെ ആക്ഷൻ രംഗങ്ങളായിക്കോട്ടെ, സിനിമയിലെ ഡയലോഗുകൾ, എടുത്തു പറയേണ്ട കുറേ ഡയലോഗുകളുണ്ട്. പക്ഷെ അതൊന്നും പറയാൻ പറ്റത്തില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ കാണാൻ പോകുന്ന ആൾക്ക് അതൊരു എന്താ പറയണ്ടേ, നിങ്ങളുടെ ആസ്വാദനത്തെ ബാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഡയലോഗുകളെ പറ്റി ഒന്നും പറയുന്നില്ല. ആക്ഷൻ രംഗങ്ങളൊക്കെ ഹെവി എന്ന് പറഞ്ഞാൽ ഹെവി ആയിട്ടാണ് ചെയ്തു വെച്ചേക്കുന്നത്. എത്ര പറഞ്ഞാലും മതി വരാത്ത രീതിയിലുള്ള കിടിലം പരിപാടിയാണ്. ഉണ്ണിമൂന്തന് ഒരു സംശയം വേണ്ട, അടുത്ത പാൻ ഇന്ത്യൻ സ്റ്റാറാണ്. ആക്ഷൻ ഒരു രക്ഷയില്ല. കിടിലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടിലമായിട്ടാണ് ചെയ്തു വെച്ചേക്കുന്നത്. അതുപോലെ തന്നെ ഓൾമോസ്റ്റ് 30 കോടിയോളം മുടക്കി മലയാളത്തിലെ തന്നെ ഏറ്റവും ചിലവേറിയ സിനിമകളിൽ ഒന്നാണ്. ഒരു സംശയം വേണ്ട, ഇത് 100 കോടിക്കൊക്കെ മുകളിൽ പോകും. തീർച്ചയായിട്ടും 100 കോടി അടിക്കും, അതിന് മുകളിൽ കളക്ട് ചെയ്യും. അമ്മാതിരി പരിപാടിയാണ് ചെയ്തു വെച്ചേക്കുന്നത്. ഇപ്പോഴും ഇന്നലെ റൈഫിൾ ക്ലബ്ബ് പോയി കണ്ടിട്ട് അത് തന്നെ ഒരു ഹെവി ആയിട്ട് തന്നെ, രണ്ടും കൂടെ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അത് വേറൊരു ടൈപ്പ് മൂവിയാണ്, കുറച്ചുകൂടെ അഡ്വഞ്ചർ മൂവിയാണ്. പക്ഷേ അത് തന്നെ ഹെവി ആയിരുന്നു. അപ്പോൾ ആ സിനിമ കണ്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു, ദൈവമേ ഇനി മാർക്കോ നമ്മൾ വിചാരിച്ച ലെവലിലോട്ട് എത്തിയില്ലെങ്കിൽ തീർച്ചയായിട്ടും റൈഫിൾ ക്ലബ്ബ് കയറി കൊളുത്തും. കാര്യം ഒരു സംശയമില്ല, അത് കിടിലമാണെന്ന് പറഞ്ഞിരിക്കുമായിരുന്നു. കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് പേടിയോടെ. കാരണം വെച്ചാൽ ഭയങ്കര എക്സ്പെക്റ്റേഷനാണ്. ആ എക്സ്പെക്റ്റേഷൻ വെച്ചുകൊണ്ടാണ് നമ്മൾ സിനിമയ്ക്ക് പോയത്. അപ്പം ഭയങ്കര ഹെവി ആയിട്ട് ഒരു ഭയങ്കര ഹൈപ്പ് കൊടുത്തേക്കുന്ന സിനിമയൊക്കെ പൊട്ടിയിട്ടേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കുറച്ച് പേടിയുണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫ് ഇൻ്റർവെൽ എത്തുന്നതിന് മുൻപ് വരെ ഒരു യൂഷ്വലായിട്ട് തന്നെയാണ് പോയേക്കുന്നത്. നമ്മൾ പ്രതീക്ഷിച്ച സംഭവമൊന്നും ഇല്ലല്ലോ, ദൈവമേ യൂഷ്വൽ പരിപാടി ആണോ എന്നൊക്കെ പ്രതീക്ഷിച്ചാണ് ഇരുന്നത്. പക്ഷേ ഇൻ്റർവെല്ല് പഞ്ച് തൊട്ട് സിനിമ അങ്ങോട്ട് മാറി, സിനിമയുടെ ലെവല് മാറി. ക്ലൈമാക്സിലൊക്കെ ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ചോരയിൽ കുളിച്ചുള്ള പരിപാടിയാണ്. അയ്യോ ഒരു രക്ഷയില്ല. കിടിലം എന്ന് പറഞ്ഞാൽ കിടിലമായിട്ടാണ് ചെയ്തേക്കുന്നത്. ശരിക്കും ക്രിസ്മസ് മാർക്കോ തൂക്കിയെന്ന് വേണേൽ പറയാം. അതുപോലെ പരിപാടിയാണ്. തീർച്ചയായിട്ടും ആക്ഷൻ സിനിമ, ബ്രൂട്ടൽ കില്ലിങ്, ബ്ലഡ്, ചോരയിൽ കുളിച്ചുള്ള പരിപാടിയാണ്. അപ്പോൾ കില്ല്, ആനിമല്, KGF ഒക്കെ ഇഷ്ടപ്പെട്ട ആളുകൾക്ക് തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കാണാവുന്ന മസ്റ്റ് വാച്ച് എക്സ്പീരിയൻസ് ആണ്, തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് മാർക്കോ. ഒരു സംശയമില്ല. ഉണ്ണിമൂന്നൻ്റെ കിടിലം പെർഫോമൻസ് ആണ്. എല്ലാവരും ഈ ഒരു ബേസിൽ ഇത്രയും ബ്രൂട്ടൽ കില്ലിങ്, ആക്ഷൻ, ബ്ലഡ് ഇഷ്യൂ പരിപാടി കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സംശയം വേണ്ട, തീർച്ചയായിട്ടും ടിക്കറ്റ് എടുത്തു. പിന്നെ ഒരു കാര്യം കൂടെ പറയുകയാണ്, ഏറ്റവും നല്ല തിയേറ്ററിൽ, ഏറ്റവും കിടിലം തിയേറ്ററിൽ തന്നെ പോയി കാണുക. കിടിലം എക്സ്പീരിയൻസ് ആയിട്ട് ചെയ്യുക. ഞാനിപ്പോൾ വന്ന് കണ്ടതേ ഉള്ളൂ, ഒരു തവണ കണ്ടതേ ഉള്ളൂ. ഇനിയിപ്പം ഞാൻ കണ്ടു, ഇനിയിപ്പോൾ കസിൻ കയറിയിട്ടുണ്ട്. ഇപ്പം നൂൺ ഷോയ്ക്ക് അടുത്ത ഷോയ്ക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ അവൻ ഇനി കണ്ടിട്ട് വന്നു കഴിയുമ്പോൾ എന്തായാലും ഒന്നുകൂടെ എന്തായാലും സിനിമയ്ക്ക് പോകുന്നുണ്ട്. ഒരു തവണയും കൂടെ പോയി കാണും. കാര്യം എന്താണെന്ന് വെച്ചാൽ ശരിക്കും നമ്മൾ തമിഴ് സിനിമയും തെലുങ്ക്, കന്നഡ അല്ലെങ്കിൽ ഹിന്ദി പടങ്ങൾ അല്ലെങ്കിൽ ഹോളിവുഡ് സിനിമയൊക്കെ ആഘോഷിക്കുന്നുണ്ടെങ്കിൽ, ആക്ഷൻ മൂവീസ് ആഘോഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആഘോഷിക്കാനായിട്ടുള്ളൊരു ഒരു വിരുന്ന് തന്നെയാണ്, ക്രിസ്മസ് വിരുന്ന് തന്നെയാണ് ഒരുക്കി വെച്ചേക്കുന്നത് ഹനീഫ് അദീനിയും ഉണ്ണിമൂന്തനും കൂടെ. തീർച്ചയായിട്ടും പോയി കാണുക. ഒരുപാട് ക്യാരക്ടേഴ്സിനെ പറ്റിയോ സിനിമയെ പറ്റിയോ ഒന്നും പറയുന്നില്ല. കിടിലം എന്ന് പറഞ്ഞാൽ കിടിലം ഹോളിവുഡ് ലെവൽ ഐറ്റമാണ് എടുത്ത് വെച്ചേക്കുന്നത്. ചോരക്കളിയാണ്. ആക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ കിടിലമാണ്. ഒരു രക്ഷയില്ല. ഒരു രക്ഷയില്ല. എല്ലാവരും തിയേറ്ററിൽ ഈ ഒരു പറഞ്ഞേക്കുന്ന ആൾക്കാരെല്ലാം തിയേറ്ററിൽ തന്നെ പോയി കാണുക. ഒരു രക്ഷയില്ല. കിടിലമായിട്ട് എടുത്ത് വെച്ചേക്കിട്ടുണ്ട്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്തായാലും ഞാൻ ഒന്നുകൂടെ പോയി കാണുന്നുണ്ട്. ഒന്നുകൂടെ ഞാൻ
റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്, നമ്മൾ ആദ്യമേ പറഞ്ഞ കണക്ക് 18 വയസ്സിന് താഴെയുള്ള ആളുകൾ സിനിമയ്ക്ക് കാണാൻ പോകാതിരിക്കുക. അതുപോലെ തന്നെ സ്ത്രീകൾ, പ്രഗ്നൻറ്റ് ലേഡീസ്, അതുകൊണ്ട് തന്നെ പ്രായമുള്ള ആൾക്കാർ. ഇതൊരു പക്ക ആക്ഷൻ സിനിമയാണ്, വയലൻറ്റ് മൂവിയാണ്, ചെറുപ്പക്കാർക്ക് വേണ്ടിയാണ് ഇറക്കിയേക്കുന്നത്. പ്രായമുള്ള ആളുകൾ വന്ന് കാണുന്നതിൽ കുഴപ്പമില്ല, പക്ഷേ ഇത് എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ട് മാത്രം പോവുക. ഞാൻ പറഞ്ഞത് ഒരു പർട്ടിക്കുലർ സീനിൽ കുറേ ആളുകൾ, ഒരു 6-7 പേര് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോയായിരുന്നു. അപ്പം നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറേ സംഭവങ്ങൾ, അത്രയും ബ്രൂട്ടൽ വയലൻറ്റ് സംഭവങ്ങളാണ് സിനിമയ്ക്കകത്ത് കാണിച്ചേക്കുന്നത്. അപ്പോൾ അത് എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ പോവുക. കിടിലം എക്സ്പീരിയൻസ് ആയിരുന്നു. ആക്ഷൻ സിനിമയുടെ ബ്രൂട്ടൽ കില്ലിങ്ങിൻ്റെ പരിപാടിയിൽ ഇത്രയും കിടിലമായിട്ട് ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച സിനിമ ഇനി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മാർക്കോയാന്ന് പറയും. അപ്പം എല്ലാവരും സിനിമ പോയി കാണുക.